അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിജയ് ശങ്കറിന് അങ്ങനെ ജെയ്ക്ക് പറഞ്ഞത് തന്നെയാണ് മനസ്സിൽ, അത് മാറണേ ഇല്ല. കാരണം അർച്ചനയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും എന്നിങ്ങനെ പറഞ്ഞല്ലോ. ആലോചിക്കുന്നവരും വിജയ് ശങ്കറിന് അങ്ങനെ ഒരു തരം ഭ്രാന്താവുകയാണ് കേട്ടോ. അതിനുശേഷം വിജയ് ശങ്കർ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നതിന് ശേഷം രാത്രി കിടക്കാൻ വരുമ്പോഴേക്കും ചന്ദ്രലേഖാകെ ദേഷ്യം വരികയാണ് കേട്ടോ. ചന്ദ്രലേഖ വിജയ് ശങ്കറോട് ചീറി ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾക്കിപ്പോൾ ചന്ദ്രലേഖ മോശവും അർച്ചന നല്ലതോ ആയി തോന്നി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വിജയ് ശങ്കറിനോട്. വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചന്ദ്ര നീ എനിക്കൊരു മനസ്സമാധാനം തായോ, നീ എന്ന് പോന്നില്ല ഇങ്ങനെ ആയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം എന്ത് പറഞ്ഞിട്ടും ചന്ദ്രയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചന്ദ്രയ്ക്ക് ഭയങ്കരമായ സംശയമായി കഴിഞ്ഞു. വിജയ് ശങ്കറിന് അർച്ചനയോട് ഭയങ്കര സ്നേഹമാണ് എന്ന് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. അതേസമയം തന്നെ അർച്ചന JKയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. JKയുടെ വീട്ടിൽ പോയിട്ട് അർച്ചന പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വീടൊഴിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളതുകൊണ്ട് വീടൊഴിയണം, അല്ലാതെ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാമെന്നും അവരുടെ വിജയ് ശങ്കറിൻ്റെ മുമ്പിൽ ഷോ കാണിച്ചതും എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ശരി ഒരാഴ്ച നിങ്ങൾക്ക് അവധി തരും, ആ ഒരാഴ്ചക്കകത്ത് നിങ്ങൾ എനിക്ക് ഈ വീട് ഇറങ്ങിത്തരണം എന്നിങ്ങനെ അർച്ചന പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ JK പറയുന്നുണ്ട്, മേഡം എന്തായാലും ഭവതി പോയിക്കാട്ടെ, ഞാൻ വീട് എന്തായാലും ഒഴിയാനുള്ള ഒരു തീരുമാനവും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ മേനോൻ സാറോട് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം. ഞാൻ എഗ്രിമെൻ്റ് എഴുതിയിരിക്കുന്നത് 1 വർഷത്തേക്കാണ്. അതേപോലെ തന്നെ ഞാൻ ആ 1 വർഷം കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ എന്നിങ്ങനെ അർച്ചനയോട് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു അഡ്വക്കേറ്റാണ്, നിങ്ങളെ എങ്ങനെ ഇറക്കാൻ പറ്റും എന്ന് ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ JK പറയണം, ആ ശരി എന്തായാലും ശരി ഭവതി പോയിട്ട് അതെന്താ വെച്ചാൽ ചെയ്യേ, അല്ലാതെ ഇവിടെ നിന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല എന്നിങ്ങനെ JK അർച്ചനയോട് പറയണം കേട്ടോ. അർച്ചന ആകെ ദേഷ്യം വന്ന് കലിതുള്ളി അവിടെ നിന്നും ഇറങ്ങി വരികയാണ് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?